ഞാനിവിടെ അവതരിപ്പിക്കുന്നത് പപ്പായ ഫേഷ്യലാണ്. ഇത് പിഗ്മെൻറ്റഡ് സ്കിന്നിനും അതുപോലെ തന്നെ ടാൻ ആയിട്ടുള്ളവർക്ക്, വെയിലൊക്കെ കൊണ്ട് ടാൻ ആയിട്ടുള്ളവർക്ക്, പിന്നെ ബ്ലെമിഷ്ഡ് സ്കിന്നിനൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ചൂട് സമയത്തൊക്കെ പപ്പായ ഫേഷ്യൽ നല്ലതാണ്. ഒത്തിരി വെയിലത്തൊക്കെ പോയി കറക്കുന്നവർക്കൊക്കെ ചെയ്യുവാണെങ്കിൽ സ്കിന്നിന് നല്ല ബ്രൈറ്റ്നെസ് ഒക്കെ കിട്ടും. പിന്നെ ഈ ഫേഷ്യൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. മുഖം ആദ്യമായിട്ട് നന്നായിട്ട് തുടയ്ക്കണം. മുഖം നന്നായിട്ട് തുടച്ച് കഴിഞ്ഞിട്ട് ഒരു പപ്പായ ക്ലെൻസിങ് ക്രീം ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിന് നല്ലൊരു വൈറ്റനിങ്, നിറം കിട്ടാനും കൂടെ സഹായിക്കുന്ന ഒരു ക്രീമാണ്. ഒരു 3-4 മിനിറ്റ് മസാജ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊരു കോട്ടൺ ഉപയോഗിച്ച് നന്നായിട്ട് ഈ ക്ലെൻസിങ് ക്രീം തുടച്ച് മാറ്റണം. അപ്പോൾ മുഖത്തുള്ള അഴുക്കുമൊക്കെ മാറാനായിട്ട് നല്ലതാണ്. മുഖം നല്ല ക്ലീൻ ആവും. നല്ലൊരു ഫ്രഷും ഒരു ക്ലീൻ ലുക്കാണ് വരുന്നത് ഈ ക്ലെൻസിങ് ഉപയോഗിച്ച് കഴിയുമ്പോൾ. ഇപ്പോൾ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമ്മൾ ഇടാൻ പോകുന്നത് പപ്പായയുടെ സ്ക്രബാണ്. അപ്പോൾ ഇത് ഡ്രൈഡ് പപ്പായ പൾപ്പ് ഉപയോഗിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള സ്ക്രബാണ്. ഇത് നല്ല ഈ ബ്ലെമിഷസ്, പാടുകളും പിഗ്മെൻറ്റേഷനൊക്കെ മാറാനായിട്ട് നല്ല സ്ക്രബാണ്. ഈ സ്ക്രബ് ഉപയോഗിച്ചിട്ട് ഒരു 3-5 മിനിറ്റ് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യണം. ഈ ഡാർക്ക് സർക്കിളുള്ളിടത്തും തന്നെ പിഗ്മെൻറ്റേഷൻ, ഈ നെക്കിലെ കറുപ്പിനൊക്കെ ഈ സ്ക്രബ് നല്ലതാണ്. ഇത് ഡെഡ് സ്കിൻ പോകുന്നത് മാത്രമല്ല, ഇത് കോംപ്ലക്ഷൻ ഇമ്പ്രൂവ് ചെയ്യാനും കൂടെ നല്ല ഒരു സ്ക്രബാണ്. ഈ 5 മിനിറ്റ് മസാജ് കഴിഞ്ഞു. ഇനി ഒരു 2-3 മിനിറ്റ് ഈ സ്ക്രബ് മുഖത്ത് ഉണങ്ങാൻ വയ്ക്കണം. ആ സ്ക്രബ് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് മുഖത്ത് വെച്ചിട്ട് ഇനി ഇത് തുടച്ച് മാറ്റും. സ്ക്രബ് തുടച്ച് മാറ്റി കഴിഞ്ഞ് ഇനി അടുത്തത് പപ്പായ ക്രീം ഉപയോഗിച്ചിട്ട് ഒരു 10-15-20 മിനിറ്റ് മസാജ് കൊടുക്കാൻ പോവാണ്. പപ്പായ ക്രീമും മുഖത്തിന് നല്ല നിറം കിട്ടാൻ സഹായിക്കുന്നതാണ്. പപ്പായ പിഗ്മെൻറ്റേഷനൊക്കെ നമുക്ക് പപ്പായ വെറുതെ പൾപ്പ് എടുത്തിട്ട് ഇടുന്നത് ഈ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും ടാൻ മാറാനൊക്കെ നല്ലതാണ്. ഇപ്പം 15 മിനിറ്റ് മസാജ് കഴിഞ്ഞു. ഇനി അടുത്തതൊരു വൈബ്രേറ്ററി മസാജാണ് കൊടുക്കാൻ പോകുന്നത്. 2-3 മിനിറ്റ്. ഇനി ഈ ക്രീം തുടച്ച് മാറ്റിയിട്ട് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ എടുക്കാൻ പോകുന്നു. വൈറ്റ് ഹെഡ്സ് ആണ് കൂടുതലുള്ളത്. അപ്പം വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ് ഉണ്ടെങ്കിൽ മാത്രം നന്നായിട്ട് പ്രസ് ചെയ്തെടുക്കണം. വൈറ്റ് ഹെഡ്സൊക്കെ എടുത്തു കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് കൂൾ കംപ്രഷനാണ് കൊടുക്കുന്നത്. കൂൾ കംപ്രഷന് ഐസ് വെച്ച് നന്നായിട്ടൊരു മസാജാണ് കൊടുക്കാൻ പോകുന്നത്. 2 മിനിറ്റ്. അത് കഴിഞ്ഞിട്ട് സ്കിൻ ടോണറിൽ മുക്കിയ പഞ്ഞി ഉപയോഗിച്ചിട്ട് മുഖം നന്നായിട്ടൊന്ന് തുടച്ചെടുക്കും.
മുഖം നല്ല ഫ്രഷ് ആവാനായിട്ട് സഹായിക്കും ഈ ടോണർ വെച്ചിട്ട് നമ്മളിങ്ങനെ തുടയ്ക്കുന്നത്. ഇനി അടുത്തത് പപ്പായ പാക്കാണ് ഇടാൻ പോകുന്നത്. പാക്കിലുള്ളത് പപ്പായ എൻസൈമും സിട്രസ് എക്സ്ട്രാക്റ്റുമാണ്. അപ്പോൾ ഇത് സ്കിന്നിനൊരു ബ്ലീച്ചിങ് എഫക്റ്റ് കൊടുക്കും. വെച്ചാൽ നാരങ്ങയും ഓറഞ്ചിലൊക്കെ സിട്രസ് ആസിഡാണ് ഉള്ളത്. അപ്പോൾ അത് ഒരു ബ്ലീച്ചിങ് ഏജൻറ്റാണ്. ശരിക്കും സ്കിന്നിന് നല്ല നിറം കിട്ടാനൊക്കെ സഹായിക്കുന്ന ഒരു ആസിഡാണ്. പപ്പായയും സ്കിന്നിന് നല്ല നിറം കൊടുക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഫ്രൂട്ടാണ്. ഈ പാക്ക് ഇനി ഒരു 5 മിനിറ്റ് ഞാൻ ഗാൽവാനിക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ പാക്കിനുള്ള ഇതെല്ലാം നന്നായിട്ട് സ്കിന്നിലോട്ട് അബ്സോർബ് ചെയ്യാനായിട്ട് ആ ഗാൽവാനിക് കറണ്ടിൽ ചെയ്യുമ്പോൾ സഹായിക്കും. ഇപ്പോൾ 5 മിനിറ്റ് ഗാൽവാനിക് കൊടുത്തു കഴിഞ്ഞു. ഇനി ഒരു 20 മിനിറ്റ് ഈ പാക്ക് ഉണങ്ങാൻ വയ്ക്കണം. 20 മിനിറ്റ് കഴിഞ്ഞു. ഈ പാക്ക് തുടച്ച് മാറ്റാൻ പോവാണ്. പാക്ക് തുടച്ച് മാറ്റി കഴിഞ്ഞു. ഇനി ഒരു സൺസ്ക്രീൻ ഇട്ട് വേണം പുറത്ത് വിടാനായിട്ട്. വെയിലത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ വീണ്ടും സ്കിന്നിൽ ടാൻ വരും. അപ്പോൾ ഈ ചൂട് സമയത്തൊക്കെ നമുക്ക് ഈ വേനൽക്കാലത്ത് ഈ ഫേഷ്യൽ ചെയ്യുന്നത് നല്ല സ്കിന്നിന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ സ്കിന്നിന് നല്ലൊരു ബ്രൈറ്റ്നെസ് ഒക്കെ കിട്ടും. മാസത്തിലൊരിക്കൽ ഈ ഫേഷ്യൽ ചെയ്യുന്നത് വളരെ നല്ലതാണ് ടാനൊക്കെ മാറാനായിട്ട്. വെയിലത്തൊക്കെ പോയിട്ട് വരുന്ന ആ ടാനൊക്കെ മാറി സ്കിന്നിന് നല്ല നിറം കിട്ടാനായിട്ട് ഈ ഫേഷ്യൽ സഹായിക്കും.